വേറെ ആരോടും ഇപ്പൊ ചോദിക്കുക. ഇപ്പൊ സുരേഷിനോട് ചോദിച്ചു നോക്കിയാലോ. ആ സുരേഷേ, ഞാനേ വേണ്ട, ഫോൺ കട്ടിയത്. ആരെയും വിളിക്കണ്ട. എന്ത് വേണ്ടത്? എന്തിനാ അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോടൊക്കെ കെഞ്ചുന്നേ? കെഞ്ചാനോ? എടാ, ഒരാവശ്യം വരുമ്പോ കടം ചോദിക്കുന്നത് സാധാരണ അല്ലേ? അച്ഛനത് സാധാരണയല്ല. എന്റെ അച്ഛൻ കാശിന് വേണ്ടി ആരുടെ മുമ്പിലും കൈ നീട്ടുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടാ. എന്റെ അച്ഛൻ ആരുടെ മുന്നിലും ചെറുതാവരുത്. എനിക്കത് സഹിക്കില്ല. എടാ, നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടിയല്ലേ. പിന്നെ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവില്ലേ? പെട്ടെന്ന് ഇത്രയും വലിയ തുക നിങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കാനാ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അച്ഛാ, അതൊന്നും വേണ്ട. കാശൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളാം. അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അത് മതി. വെറുതെ കൂടുന്നിട്ട് എന്താ കാര്യം മോളെ? കാശിന് കാശ് തന്നെ വേണ്ടേ? ആ, നിങ്ങളിവിടേക്ക്, ഞാൻ പോരാം. സച്ചേട്ടാ, അച്ഛനോട് പറയേണ്ടിയിരുന്നില്ലല്ലേ? ഇത്രയും വലിയൊരു ഓർഡർ ആദ്യമായിട്ട് കിട്ടല്ലേ? ആ സന്തോഷം അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരോട് പറയാനാ? കാശിന്റെ ആവശ്യമുണ്ടെന്ന് പറയേണ്ടിയിരുന്നില്ല എന്നാ പറഞ്ഞേ. ആ എടാ സച്ചി, നിങ്ങൾക്ക് ആവശ്യമുള്ള കാശ് തരണമെന്ന് എനിക്കുണ്ട്. പക്ഷേ അതിന് കടം വാങ്ങിക്കല്ലാതെ വേറെ വഴിയില്ല എനിക്ക്. നിങ്ങളാണെങ്കിൽ അതിന് വിടുന്നുമില്ല. ദാ, ഇതൊരു 25,000 രൂപയുണ്ട്. അച്ഛൻ്റെ കയ്യിൽ ഇപ്പം ഇത്രയേ ഉള്ളൂ. ദാ, ഇത് വാങ്ങിക്കേ. ബാക്കി എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കേ. വേണ്ട സാർ. ആ അതെ, ഇത് അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അച്ഛൻ എന്തേലും ആവശ്യം കാണില്ലേ? എനിക്കെന്താ ആവശ്യം മക്കളെ? അഥവാ എനിക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ആവശ്യത്തേക്കാൾ വലുതല്ല എനിക്കൊന്നും. ആദ്യം നിങ്ങളുടെ കാര്യം നടക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടത് വലിയൊരു തുകയാ. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ലെന്ന് എനിക്കറിയാം. അണ്ണാറക്കണ്ണനും തന്നാലായെന്ന് പറയുന്ന പോലെ എനിക്കാവുന്നത് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ദാ, ഇത് വാങ്ങിക്കേ. വേണ്ട സാർ. നീ ഇത് വാങ്ങിയില്ലെങ്കിൽ എനിക്ക് വിഷമോ? ദാ, പിടിക്കേ. ആ സച്ചി, ഉയരങ്ങളിലേക്കുള്ള യാത്രയിൽ ഇതൊക്കെ സാധാരണ. കിതയ്ക്കും, നന്നായി വിയർക്കും, ക്ഷീണം കൂടും, ചിലപ്പോ വയ്യാണ്ടായിന്നും വരും. പല പ്രതിസന്ധികളും ഉണ്ടായെന്നിരിക്കും. പക്ഷേ ഉള്ളിൽ തീയുള്ളവര്, വിജയം കൊതിക്കുന്നവര് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും. നിങ്ങളും ഇപ്പോൾ ഉയരങ്ങളിലേക്കുള്ള യാത്രയിലാ. കയറ്റം കയറാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ഉറപ്പായും നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും. എന്റെ മക്കൾ വലിയവരാവും. അത് ഈ അച്ഛന്റെ ആഗ്രഹം കൂടിയാ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ഇതൊരു നല്ല അവസര. ഇതൊരിക്കലും ഞാൻ വിട്ടുകളയില്ല സച്ചേട്ടാ. ഈ ഓർഡർ നമ്മൾ ചെയ്തിരിക്കും.